പഴയ റോഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. വലിയൊരു കട്ടിങ്ങാണ് ഇവിടെ. അതുപോലെ സൈഡെല്ലാം വലിയ ഒരു ഗർത്തം പോലെ രൂപപ്പെട്ടിരിക്കുകയാണ് രണ്ട് സൈഡും. ഇവിടെ വലിയൊരു അപകടം വിളിച്ചു വരുത്തും. കാരണം 2 വീലറൊക്കെ പോകുമ്പോൾ വലിയ വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കോഴിപ്പള്ളി പാർച്ചാൽപ്പടി റോഡിൻ്റെ കട്ട വിരിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു സൈഡിലും 2 സൈഡിലും വലിയ കാന പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ, വലിയ വാഹനം വന്നാൽ ചെറിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനുള്ള സ്ഥലം പോലും ഇല്ല. അത് അപകടകരമായ രീതിയിലാണ് കട്ട വിരിച്ചിരിക്കുന്നത്. അതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. കോഴിപ്പള്ളി പാർച്ചാൽപ്പടി റോഡ് കട്ട് ചെയ്ത് ഭാഗത്താണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് കാണാം, ഇവിടെ ഏകദേശം ഒരു 50 മീറ്ററോളം കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര താഴ്ചയിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ചെരിച്ച്, അതായത് വലിയ വാഹനങ്ങൾ വന്നാൽ ചെറിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ഇവിടെ കട്ട വിരിച്ചിരിക്കുന്നത്. അത് കോൺക്രീറ്റ് ചെയ്ത്, അതുപോലെ സൈഡ് വലിയ ആഴത്തിലുള്ള ഒരു കട്ടിങ്ങാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് പഞ്ചായത്ത് അധികൃതർ എത്രയും വേഗം മണ്ണിട്ട് നികത്തുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് അപകടം ഒഴിവാക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുകയാണ്. തികച്ചും അശാസ്ത്രീയപരമായ രീതിയിലാണ് കട്ട വിരിച്ചിരിക്കുന്നത്. കാരണം വാഹനങ്ങളിൽ അപകടങ്ങൾ എത്തിപ്പെടാൻ വളരെ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കുന്ന 2 വീലറുകാരൻ, ഏതൊരു 2 വീലർ യാത്രക്കാരനായാലും അത് മറിഞ്ഞു വീഴുവാനും അതുപോലെ അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കണം. പഞ്ചായത്തും അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും തീർച്ചയായും ഇതിന് പരിഹാരം കണ്ടെത്തണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുകയാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ കിടങ്ങ് പിടിച്ച് കിടന്ന ഈ റോഡ് ടാറിങ്ങിന് ശേഷം ഇപ്പോൾ കട്ട വിരിക്കുന്നത്. ജനങ്ങളുടെ യാത്രാക്ലേശം വളരെ രൂക്ഷമായിരുന്നു ഈ കട്ട വിരിക്കുന്നതിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ കട്ട വിരിച്ചപ്പോൾ അതിലും ദുഷ്കരമായിരിക്കുകയാണ്.